വനിതാ ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ ന്യൂസിലാൻഡിന് 259 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റ് ചെയ്ത ശ്രീലങ്കയ്ക്കായി ചമരിയാട്ടപ്പട്ടവും നീലാക്ഷിക സിൽവയും അർദ്ധ സെഞ്ചുറി നേടി. കിവീസ് ക്യാപ്റ്റൻ സോഫി ഡിവൈന് 3 വിക്കറ്റ്. മഴ മൂലം ന്യൂസിലാൻഡിൽ മറുപടി ബാറ്റിംഗ് വൈകുന്നു. അന്താരാഷ്ട്ര സൗഹൃദ ഫുട്ബോൾ പോരാട്ടത്തിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തി ജപ്പാൻ. 2-3 ജപ്പാന്റെ ജയം. ബ്രസീലിനെതിരെ ജപ്പാന്റെ ആദ്യ വിജയമാണിത്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ സിംഗപ്പൂരിനെ നേരിടും. മത്സരം അല്പസമയത്തിനകം ഗോവ ഫറ്റോഡിയ സ്റ്റേഡിയത്തിൽ. സിംഗപ്പൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന ആദ്യപാദ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത ഉറപ്പാക്കാൻ UAE. ഖത്തറിനെതിരെ നടക്കുന്ന മത്സരത്തിൽ സമനില നേടിയാലും 2026 ലോകകപ്പിൽ UAE യോഗ്യത നേടും. 1990 ലോകകപ്പിലാണ് അവസാനമായി UAE മത്സരിക്കാൻ ഇറങ്ങിയത്. ലോകകപ്പ് ഫുട്ബോൾ റൗണ്ടിൽ യൂറോപ്പിൽ വമ്പന്മാർ കളത്തിലെത്തുന്നു. ഇറ്റലി ഇസ്രായേലിനെ നേരിടും. പോർച്ചുഗലിന് ഹംഗറിയാണ് എതിരാളികൾ. സ്പെയിൻ ബൾഗേറിയയെയും ഇംഗ്ലണ്ട് ലാത്വിയയെയും നേരിടും. മത്സരങ്ങൾ രാത്രി 12:15. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് പുതിയ സീസണ് നാളെ തുടക്കം. കേരളം ആദ്യ മത്സരത്തിൽ മഹാരാഷ്ട്രയെ നേരിടും. മത്സരം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. മുഹമ്മദ് അസ്രുദ്ദീൻ നയിക്കുന്ന ടീമിൽ സഞ്ജു സാംസണും. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2-0 പരമ്പര നേട്ടം. രണ്ടാം ടെസ്റ്റിൽ 7 വിക്കറ്റുകൾക്കാണ് ഇന്ത്യൻ ജയം. നായകനായി ശുഭ്മൻ ഗില്ലിന്റെ ആദ്യ ടെസ്റ്റ് പരമ്പര നേട്ടമാണിത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയ ഇന്ത്യ ലോക റെക്കോർഡിനൊപ്പം. ഒരു ടീമിനെതിരെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ടെസ്റ്റ് പരമ്പര ജയിക്കുന്ന ടീം എന്ന ദക്ഷിണാഫ്രിക്കയും ലോക റെക്കോർഡിനൊപ്പം.